ദൈവത്തിന് മഹത്വം. ഈ പുതിയ ദിവസം എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകട്ടെ. സക്കറിയാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. സെരുബ്ബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ കൃപ എന്നാർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. വളരെ പ്രസക്തമായ ഒരു ദൈവവചനം. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ജീവിതത്തിൻ്റെ വൈതരണികൾ, അതിനെ ജയിക്കുവാൻ കഴിയുന്നതും സൈന്യത്താലോ ശക്തിയാലോ അല്ല, യഹോവയുടെ ആത്മാവിനാൽ അത്രേ. ആ പ്രതിസന്ധി എന്താണ്? ഒരു മഹാപർവ്വതമാണ്. ഇതിനെ തരണം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. മുൻപിലുള്ള മഹാപർവ്വതത്തോട് ചോദ്യം ചോദിച്ചാൽ നീ ആരാണ് എന്ന് പറയുവാൻ അതിനുത്തരവുമില്ല. ഉത്തരമില്ലാത്ത പർവ്വതങ്ങൾ, പ്രതിസന്ധികൾക്ക്, രോഗങ്ങൾക്ക്, ചില പ്രയാസങ്ങൾക്ക്, ജീവിതത്തിൻ്റെ നിർണായകമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് ചോദിക്കുവാൻ നമുക്ക് അർഹത ഇല്ല. നാം പ്രാപ്തരല്ല. എന്നാൽ ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ഉത്തരമില്ലാത്ത മഹാപർവ്വതത്തിനെ ദൈവം സമഭൂമിയാക്കി മാറ്റും. അതിന്മേൽ വ്യാപരിക്കുന്ന കൃപയാണ് അതിന് കാരണം. ഇന്ന് നാം കാണുന്ന മഹാപർവ്വതങ്ങൾ, ഇന്ന് നാം കാണുന്ന മഹാപ്രതിസന്ധികൾ, അതിനെ തരണം ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് വരുന്നു. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്താൽ അത്രേ മതിലുകളെ കടക്കുമാറാവാൻ കഴിയുന്നത്. ദൈവത്താൽ അത്രേ പ്രതിസന്ധികളെ ജയിക്കുവാൻ കഴിയുന്നത്. ജീവിത സാഹചര്യങ്ങളിൽ മഹാപർവ്വതങ്ങളെ കണ്ട് പിന്മാറിപ്പോയ ആളുകൾ, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയ ആളുകൾ, ദൈവത്തിൽ നിന്ന് പിണങ്ങി മാറിയ ആളുകൾ ധാരാളമുണ്ട്. എന്നാൽ മഹാപർവ്വതങ്ങളെ ദൈവശക്തിയോടെ നേരിട്ട ആളുകളും വേദപുസ്തകത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിലും നാം കാണുന്നു. ദാവീദ് ബലിസ്തനായ ഗോലിയാത്തിനോട് ചോദിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ജീവിതത്തിൽ എല്ലാവരും നോക്കി നിൽക്കെ വന്ന വലിയ പ്രതിസന്ധി ദാവീദിന് ഒറ്റയ്ക്ക് നേരിടുവാൻ കഴിയില്ലെന്ന് ദാവീദിനറിയാം. മിടുക്കന്മാരും പ്രാപ്തന്മാരും അഭ്യാസം സിദ്ധിച്ചവരും പിന്മാറി പോയെടുത്ത്, ഒളിച്ച് മാറി നിൽക്കുന്നിടത്ത് ദാവീദ് പടക്കളത്തിൽ വരുമ്പോൾ ശക്തിയല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ പ്രാവീണമല്ല, എന്നെ ശക്തീകരിക്കുന്ന അത്യുന്നതനായ സൈന്യങ്ങളുടെ ദൈവം ഉണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു. അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ വാളിൻ്റെ ശക്തിയാലല്ല ജയിച്ചത്, പിന്നെയോ ദൈവത്തിൻ്റെ കരത്തിൻ്റെ മഹത്വത്താൽ അത്രേ. ഇന്നലകളിൽ നമ്മെ ജയിക്കുമാറാക്കിയത് നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രാപ്തിയല്ല. നമ്മുടെ സാധ്യതകളെ എല്ലാം അവസാനിച്ചു എന്ന് വന്നെടുത്ത് അത്യുന്നതൻ്റെ കൃപ വ്യാപരിച്ചു. ഇന്നത്തെ ദിവസവും മുൻപിലുള്ള പർവ്വത സമാനമായ വിഷയങ്ങൾ സമഭൂമിയാക്കുന്ന കൃപയുടെ വ്യാപാരം ധാരാളം നമ്മുടെ മേൽ പകരുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും നന്മകളാലും തൻ്റെ ജനത്തെ നിറയ്ക്കണമേ.
അത്യുന്നതൻ്റെ ശക്തി തൻ്റെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കണമേ. പർവ്വത സമാനമായ വിഷയങ്ങൾ സമഭൂമിയായി തീരട്ടെ. മുൻപ് അവിടെ ഇല്ലാതിരുന്നു എന്ന് തോന്നത്തക്കവണ്ണം വിഷയങ്ങളെ നീക്കം ചെയ്യുവാൻ കഴിയുന്ന അത്യുന്നതൻ്റെ കരം നീട്ടണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.